ഉണർന്നാലും ഉറങ്ങിയാലും ഒരേ കാഴ്ചയായത് കാരണം റാംമോഹൻ കണ്ണടച്ചു കിടന്നു. ഒച്ചയും അനക്കവും കേൾക്കുന്നില്ലല്ലോ. അദ്ദേഹം കാതു കൂർപ്പിച്ചു. കിടക്കയിൽ നിന്നുണർന്നു എഴുന്നേറ്റിരുന്നു. കണ്ണു തുറന്നാൽ സുമ ഉണർന്നോ എന്ന് കേൾക്കാനുണ്ടാകും. കുറേ നേരമായല്ലോ ഉണർന്നിട്ട്. സുമ ഇതുവരെ ഇവിടെ എത്തിയില്ലേ? പതുക്കെ വരട്ടെ. റാംമോഹൻ വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു. ലത സമയം നോക്കി. ചേച്ചി പറഞ്ഞ കറികളൊക്കെ ഉണ്ടാക്കി. കരിങ്ങാലി വെള്ളം തിളപ്പിച്ചു വെച്ചു. കൂറ്റൻ ജഗ്ഗിൽ നിറച്ചു. വിരൽ തുമ്പിൽ നഖ പോളിഷിട്ടു. വെള്ളരി ചോറും തക്കാളി ചോറും മിക്സിയിൽ അടിച്ചെടുത്തു. അത് പാത്രത്തിലാക്കി മുഖത്ത് വാരി തേച്ച് പിടിപ്പിച്ചു. ഉണങ്ങാൻ 15 മിനിറ്റ് എടുക്കും. ഫാനിൽ മുന്നിലിരുന്നു. റാംമോഹനെ ചെന്ന് നോക്കി. ഉണർന്നിട്ടുണ്ടോ എന്നറിയാൻ അയാൾ ഉണർന്നിട്ടില്ല. അവൾ കിച്ചണിലെത്തി. വീണ്ടും മേക്കപ്പ് സാധനം, മഞ്ഞൾപ്പൊടി, പാല് ഇവ രണ്ടും കുഴച്ച് കയ്യിൽ തേച്ച് പിടിപ്പിച്ചു. അവർ വരുമ്പോൾ വരട്ടെ. കുളിക്കാനായി ബാത്റൂമിൽ കയറി. കുളിച്ച് സുന്ദരിയായി നല്ല വസ്ത്രം ധരിച്ചു. പാട്ടുപാടി മുറ്റത്ത് നിൽക്കുമ്പോൾ മുറ്റത്ത് സ്കൂട്ടറിൻ്റെ ശബ്ദം. തുകുനിയും സുമചേച്ചിയും വന്നെന്ന് കരുതി അവൾ പുറത്തേക്ക് നോക്കി. സജി വീട് തേടി വന്നിരിക്കുന്നു. സുമചേച്ചിയും ഇല്ലല്ലോ. ലത സങ്കടത്തിലായി. ദൈവമേ, കുറച്ച് സന്തോഷിച്ചതാണ്. ഇതാ കാലമാടൻ ഇവിടെയും വന്നല്ലോ. ഞാനിപ്പോൾ എന്ത് ചെയ്യും? അവൾ പറഞ്ഞു. സുമചേച്ചി ഇവിടെ ഇല്ലല്ലോ. എടി, ഞാൻ നിന്നെ കാണാനാണ് വന്നത്. എടി മോളെ, നിന്റെ ചേച്ചിയെ അന്വേഷിച്ചല്ല ഞാൻ ഇവിടെ വന്നത്. അയാൾ പുലഭ്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. പതുക്കെ സംസാരിക്കും നിങ്ങൾ. ഇവിടെ ഒരു രോഗി കിടക്കുകയാണ്. ഏതവനടി ആ രോഗി? എടി, മര്യാദയ്ക്ക് ഇറങ്ങി വന്നോണം. നിന്റെ അണപ്പല്ല് ഞാൻ തട്ടിയിടും. നായിൻ്റെ മോളെ, നീ എന്ത് ഭാവിച്ചാടി വേലയ്ക്ക് പോയത്? എനിക്കും എൻ്റെ പിള്ളയ്ക്കും പട്ടിണി കിടക്കാൻ വയ്യ. അതുകൊണ്ട് പോയി. ഞാൻ ചിലവിന് തരണില്ലേടി. എനിക്ക് വേലയ്ക്ക് വന്നേ പറ്റൂ. എടി, വേലയ്ക്ക് വന്നതിൻ്റെ കാര്യം ഇപ്പോൾ മനസ്സിലായി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരെയെങ്കിലും വിളിയടി. അവരെടുക്ക പറഞ്ഞിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ചേച്ചിയേ, ചേച്ചിയേ, അയാൾ നീട്ടി വിളിച്ചു. ഇവിടത്തെ സാറിന് വയ്യാതെ കിടക്കുകയാണ്. നിങ്ങൾ തൊള്ള കീറണ്ട. വയ്യാണ്ട് കിടക്കണ ആളിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആരെങ്കിലും പോവോടി? ആരുമില്ലേടി. അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ ഞാൻ നോക്കാതെ ഇവർ നോക്കോ? അപ്പം എന്നെ ഒരു വിലയും ഇല്ലാതായടി. ഭാര്യ ഭർത്താവ് ബന്ധം കഴുത്തി കിടക്കണത് ഒരു വിലയില്ലേടി. ഇപ്പം നിങ്ങൾ പോയി. നിനക്ക് പിടിപ്പത് പണിയുണ്ടോ അവിടെ? ഞാൻ സഹായിച്ച് തരണാവടി. ഞാനും കൂടെ വരട്ടെ? വേണ്ടേ? റാംമോഹൻ ഉണരുമെന്ന് ചിന്തിച്ച് ലത ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഓടി. എന്തിനടി നീ പുറത്തേക്ക് ഓടണത്? നില്ലടി അവിടെ. നിൽക്കാനാണ് പറഞ്ഞത്. അയാൾ ഒരു കല്ലെടുത്ത് ഒറ്റയേറ് കൊടുത്തു. അവളുടെ കണങ്കാലിൻ്റെ അത് കൊണ്ടു. ലത വേദന കൊണ്ട് പൊളഞ്ഞു. എന്തിനടി ഓടിയത്? ഞാൻ ഓടും, നിൽക്കും. നിങ്ങൾ എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ ഞാൻ വരണുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ എറിഞ്ഞിപ്പോൾ എന്ത് കിട്ടി മനുഷ്യ? നിങ്ങളിപ്പോൾ ഞാൻ നിൽക്കണ സ്ഥലത്ത് ആര് പറഞ്ഞു വരാൻ? നിനക്ക് ഇടം പറഞ്ഞു തരാൻ ആൾ കാണില്ലെന്ന് വിചാരിച്ച് നീ ഇവിടെ നിന്നതാണല്ലേടി. ഒരു പേർഷ്യക്കാരൻ്റെ വീട്ടിലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. ലതയ്ക്ക് മനസ്സിലായി ഗോപാലനായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കണതെന്ന്. അവൾ പറഞ്ഞു. എനിക്കിപ്പം വരാൻ പറ്റൂല. നിങ്ങൾ പോ. ആഹാ, നിന്നെ കൊണ്ടല്ലാതെ ഞാൻ പോവില്ല. നല്ല കൊഴുത്ത് മിനുങ്ങിയിരിക്കണല്ല കള്ളിപ്പെണ്ണെ. അയാളുടെ നോട്ടവും ചിരിയും അവൾക്ക് അരോചകമായി തോന്നി. പോയി, ഞാൻ അടുത്ത ആഴ്ച വരാം. ഞാൻ ഇത്രയും താങ്ങി പറഞ്ഞിട്ടും ആഫർ കാണിക്കണോടി പുല്ലേ. അയാൾ തറയിൽ കിടന്ന മണലെടുത്തു ഒറ്റ അടി കൊടുത്തു. അവളുടെ കഴുത്ത് ഞെരിച്ച്. റോഡിൽ ആൾക്കൂട്ടം കുറവായിരുന്നു. ആരെയും സഹായത്തിന് കാണുന്നില്ല. ലത പാവം രക്ഷപ്പെടാൻ ഒരു പാഴ്ശ്രമം നടത്തി. അയാൾ വിടുന്ന മട്ട് കണ്ടില്ല. ലത ബലം പിടുത്തം മതിയാക്കി. അയാൾ പിടുത്തം അയവ് വരുത്തി. അവൾ ചുറ്റും കണ്ണോടിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കൂടെ വരാം. അത് മതി. അയാൾ പിടിവിട്ട് മുന്നിൽ നടന്നു. ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ചു. കണ്ണിറുകെ അടച്ചു. തറയിൽ നോക്കി. റോഡിൻ്റെ സൈഡിൽ കണ്ട ഒരു കറുത്ത വടിയെടുത്ത് മുന്നിൽ നടന്ന സജിയുടെ തലയിൽ ആഞ്ഞടിച്ചു. ചോര ചീറ്റിത്തെറിച്ചുകൊണ്ടിരുന്നു. അവളുടെ കാലിലും നിൽക്കാതെ ചോരപ്രവാഹം. സജി മറിഞ്ഞു താഴെ വീണു.